ഏയ് തിരക്കൊന്നുമല്ല. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരൂ, നമുക്കൊരു കോഫിയൊക്കെ കുടിച്ചിട്ടാരോ. നിനക്ക് പോകണമെങ്കിൽ പോകാം. നീ എന്താ താഴെ പോയി വെയിറ്റ് ചെയ്യും, ഞാൻ താഴെ വരാം. ഓക്കെ? എന്തായി, പെണ്ണൊക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓ, നീയും ഉണ്ടായിരുന്നപ്പോ വെൽ പ്ലാനിങ് കണ്ടു. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ആള് നല്ലൊരു പെണ്ണാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വൈകിട്ട് കല്യാണമൊന്നും കഴിക്കാൻ. കല്യാണമൊക്കെ കഴിച്ച ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഉള്ളതൊന്നും എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോഴേ ഞാൻ ഇനി കല്യാണം കൂടെ കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടു അപ്പൊ? കൊള്ളാം എന്തായാലും. എടാ സാരല്ല, നീ ഒരു കല്യാണമൊക്കെ കഴിക്കും, നിനക്ക് കുട്ടീനെ ഇഷ്ടപ്പെടും. ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മടി മാത്രമല്ലേ ഉള്ളൂ, അല്ലാണ്ട് നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. വല്ല ലവ് അഫെയറും എല്ലാം ഉണ്ടോടാ ഞാനറിയാതെ? അതുകൊണ്ടാണോ നീ കല്യാണത്തിനൊന്നും സമ്മതിക്കാതെ? സത്യം പറ, ഏതാ പെണ്ണ്? ഒന്ന് ഓടി എന്നിട്ട് പ്രേമോ നീ അറിയാത്തെന്തെങ്കിലും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. എനിക്കങ്ങനെ പ്രേമമൊന്നും ആരോടും തോന്നിയിട്ടില്ല. പിന്നെ നീ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള മടി മാത്രമേ ഉള്ളൂ എനിക്ക്, അല്ലാണ്ട് വേറെ ഇഷ്ടക്കുറവും സമ്മതക്കുറവും ഇല്ല. എന്നാ പിന്നെ നിനക്ക് സമ്മതിച്ചൂടെ? ആന്റി എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു, ആന്റി ഞാനവിടെ വന്നപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ. എൻ്റെ അടുത്ത് അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. കേട്ടപ്പോൾ എനിക്കും തോന്നി നിനക്ക് ചേരുമെന്ന്. നല്ലൊരു കുട്ടിയാ. ഞാൻ പക്ഷെ ഫോട്ടോ ഒന്നും കണ്ടില്ല. നിന്റെ കയ്യിലുണ്ടോ ഫോട്ടോ? ഉണ്ടെങ്കിൽ എന്നെ കാണിക്കോ? ഫോട്ടോയോ? എൻ്റെ കയ്യിൽ ഇല്ലടി. എൻ്റെ കയ്യിൽ ഫോട്ടോ ഒന്നും തന്നിട്ടില്ല. എന്നെ ഡയറക്റ്റ് പിടിച്ച് കൊണ്ടുപോകല്ലോ. അതുകൊണ്ട് ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല. നീ മമ്മിയോട് ചോദിച്ചു നോക്ക്, മമ്മിയുടെ കയ്യിൽ കാണും. സാരമില്ല, ഞാനത് മമ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. അല്ലെങ്കിൽ വേണ്ട, കല്യാണമല്ലേ വരുന്നത്, കല്യാണത്തിന് കാണാലോ. എന്നാ പിന്നെ നീ അതങ്ങ് സമ്മതിക്കുന്നതല്ല നല്ലത്. നല്ല കുട്ടിയാടാ, നിനക്കും ചേരും. എത്ര നാളെന്നൊക്കെ കേട്ടാ മമ്മി നിന്റെ ഫയലൊക്കെ എടുത്ത് തരുന്നത്. ഇനി നിനക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ വേണ്ടേ? നിന്റെ ഫയലൊക്കെ എടുത്ത് കറക്റ്റ് ടൈമിൽ കൊണ്ടുതരാൻ നിനക്കൊരാൾ വേണ്ടേ? എന്ന് ഞാനിങ്ങനെ ബേബി സിറ്റർ പോലെ ഞാനും മമ്മിയും എന്ന് നിന്റെ പുറകെ നടന്നാൽ മതിയോ? ഉത്തരവാദിത്തങ്ങളും കുടുംബവും കുട്ടിയും ഒക്കെ നിനക്ക് വേണ്ടേ? കുടുംബവും കുട്ടി പൊടി എന്നിട്ട് എനിക്ക് വേറെ പാടിയൊന്നും ഇല്ലാത്തപോലെ എനിക്കറിഞ്ഞൂടി. ചെറിയൊരു മടി എനിക്കുണ്ട് കല്യാണം കഴിക്കാൻ, അല്ലാണ്ട് എനിക്ക്. അത് സാരമില്ല, കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നിങ്ങൾ തമ്മിലൊരു ലൈഫൊക്കെ തുടങ്ങുമ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരും. അപ്പം എല്ലാം ശരിയാകുന്നേ. എന്തായാലും ഞാൻ ആന്റിയെ വിളിച്ച് പറയാൻ പോകുന്നത് നിനക്ക് കല്യാണത്തിന് സമ്മതമാണ്. പോയി കല്യാണം കഴിക്കടാ, ചുമ്മാ ഇങ്ങനെ നിൽക്കാം. ആന്റിക്കും അങ്കിളിനും ഒക്കെ ആഗ്രഹം കാണത്തില്ല ഈ കല്യാണം കഴിക്കണമെന്നും എൻ്റെ ബേബീസിനെ കാണണമെന്നൊക്കെ. അപ്പം നിനക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തിക്കൂടെ? ഇതുവരെ അവർ നിൻ്റെ ആഗ്രഹത്തിനകത്തുള്ള എല്ലാം ചെയ്തു തന്നത്. ഇനി നിനക്ക് എന്തെങ്കിലും അവർക്ക് തിരിച്ച് ചെയ്യാൻ കിട്ടുന്ന സമയമായത്. അതുകൊണ്ട് നീ ആ കല്യാണം കഴിച്ച് ആൻറ്റിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നല്ല പറഞ്ഞു. വെറുതെ ആൻറ്റിയെ സങ്കടപ്പെടുത്തണ്ട. നീ പറയുന്നതിലും കാര്യമുണ്ട്. അല്ല, നീ എന്തെങ്കിലും ആൻറ്റി ആൻറ്റി എന്ന് പറയുന്നത്? ഇന്നലെ വരെ നീ അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്നല്ലേ? അത് ഞാൻ അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ വിളിച്ചതാ. എന്തായാലും നീ സമ്മതിച്ചല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. നിന്റെ കല്യാണം ഞാൻ ഫ്രണ്ടിൽ നിന്ന് നടത്തരും. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യും. അത് നീ എന്താന്ന് വെച്ചാൽ ചെയ്തു. ഫ്രണ്ടിലോ ബാക്കിലോ സൈഡിലോ എവിടെയെങ്കിലും നിന്ന് നീ എന്താന്ന് വെച്ചാൽ ചെയ്തു. എനിക്കിതിൽ അഭിപ്രായമൊന്നുമില്ല. അപ്പം നിനക്ക് സമ്മതക്കുറവൊന്നുമില്ല. എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഓഫീസിൽ കുറേ കാര്യങ്ങൾ പെൻഡിങ് ഇട്ടിട്ടല്ലേ നമ്മൾ വന്നത്. എന്നാ പിന്നെ പോകാം. പോകാം.
ഞാനൊന്ന് ബില്ല് കൊടുത്തിട്ട് വരാം, നീ വെയിറ്റ് ചെയ്തു. അത് വേണ്ട, ബില്ല് ഞാൻ കൊടുത്തവ, നീ എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്ക്. ഓക്കെ. സർ, എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇനിയും ജോലി ചെയ്യാൻ പറ്റില്ല. നന്ദൻ സാറിനെ ഇനിയും അസിസ്റ്റ് ചെയ്യാൻ വേറൊരാളെ വെക്കുമോ? എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇനിയും തുടരാൻ താല്പര്യമില്ല. എന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എന്താ മോളെ ഇന്ന് നീ സാറെന്നൊക്കെ വിളിക്കുന്നത്? നന്ദുവിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാനല്ലേ എനിക്കിഷ്ടം. പിന്നെന്തിനാ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, അല്ലെങ്കിൽ നീ മമ്മിയോട് പറ. എന്താ പ്രശ്നം? നന്ദു എന്തെങ്കിലും പറഞ്ഞോ? അവൻ വഴക്ക് പറയുകയും ചെയ്തോ? ഈ പ്രശ്നങ്ങളൊന്നുമില്ല സർ. എനിക്കെന്തോ പോലെ ഡിപ്പാർട്ട്മെൻറ്റ് മാറാനൊരാഗ്രഹം. നന്ദൻ സാർ എന്നെ വഴക്ക് പറയേണ്ടതൊന്നുമില്ല, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്കെന്തോ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് സർ. പ്ലീസ്, എനിക്കൊന്ന് മാറാൻ ആഗ്രഹമുണ്ട് സർ, പ്ലീസ്. അതുകൊണ്ട് എനിക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് തരണം, ഞാൻ അവിടെ ജോലി ചെയ്തോ. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നത്? അത്രയ്ക്ക് അത്യാവശ്യമാണോ? എന്നാ പപ്പ ശരിയാക്കി കയറാം, മോള് പൊക്കോ. നന്ദോട്ടാ, നിൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത സൺഡേ ആണ് നിൻ്റെ കല്യാണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ. ഞാൻ മോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോളെ വിളിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അവൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പം നിനക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കല്യാണത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. സമയമാകുമ്പോൾ ഞങ്ങൾ പറയും, നീ വന്ന് കല്യാണം കഴിക്കും. അത്രേ ഉള്ളൂ ഇവിടെ നിനക്ക് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനും അച്ഛനും മോളും കൂടെ ചെയ്യും. ഓക്കെ? നീ കല്യാണത്തിന് ഇടം പോലെ ഇടുകയൊന്നും ചെയ്യരുത്, ഇനി മുടക്കുകയൊന്നും ചെയ്തത്. പ്ലീസ്, കാല് പിടിക്കാൻ. ഞാൻ മുടക്കാനൊന്നും വരുന്നില്ല. അമ്മക്ക് ഇച്ചിരി ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കല്യാണം കഴിച്ചു കൊടുക്കും. ശരിക്കും എന്നാൽ ഞങ്ങൾ പോയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തേക്കാം. സമയത്തിന് വന്ന് കല്യാണം കഴിച്ചാൽ മാത്രം മതി. അമ്മയുടെ പൊന്നു മോനാടാ നീ, എൻ്റെ മുത്ത്. ഹലോ മോളെ ഇച്ചു, നീ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചല്ലേ? ഞങ്ങളെ തമ്മിൽ കണ്ടിരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവന് വലിയ കുഴപ്പമൊന്നുമില്ല, അവന് സമ്മതമൊക്കെയാണ്. പിന്നെ ഞാനൊന്നും കൂടെ പറഞ്ഞ് അവനെ സമ്മതിപ്പിച്ചിട്ടുണ്ട്. നന്നായി. എന്തായാലും അവന് ഉടക്കൊന്നും പറയത്തില്ല. കല്യാണത്തിൻ്റെ ഡേറ്റ് പറഞ്ഞു, ഞാൻ മുമ്പേ വിളിച്ച് പറഞ്ഞല്ലോ മോളുടെ അടുത്ത്. അതുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് രണ്ടാക്കൂടെ ഒന്ന് തീരുമാനിച്ചിട്ട് അച്ഛനോട് പറയാം. അത് മതി. നമുക്ക് നാളെ എന്നാൽ പിന്നെ ഏതെങ്കിലും കഫേയിലോ റെസ്റ്റോറൻറ്റിലോ വെച്ച് കാണാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് പപ്പയെ അറിയിക്കാം. അത് മതി. എന്നാൽ ഞാൻ ഫോൺ വെക്കാം ആൻറ്റി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. கலந்து பார்வையொன்று நானதே, உயிரும் கலந்து போது உலகம் நின்று போனது.
पावन चरित्र रवि सोमवर नेत्र रमणीय गात्र। ஆசை முகம் குழலாட பாவை தவம் உனக்காக அணிவரும் நிழலாக துணையாகவா நானிலமும் திரையாட வாழ்த்தி வரும் மதியாட பெருமைகள் ஒளியாக மரியாதவா ஆசை முகம் உனக்காக நாடங்களும் எதிர்காக ஓடும் நதி புனலாட കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല നിലാപ്പൂക്കൾ ചോരുമാരാതിൻ മേടയിൽ താനെ പാടും വീണ നീ അനുരാഗം മൂടും ബാസുരി എന്നും നീ എൻ വെണ്ണില കാതിൻ തേൻമഴ എന്നിൽ പെയ്യും മഞ്ഞല. താനെന്നാ ഫ്രഷ് ആയിട്ട് കിടന്നു. ഒരുപാട് നേരം നിന്നതൊക്കെയല്ലേ, ക്ഷീണമില്ലേ? ഇന്ന് പിന്നെ താൻ കിടന്നു. നമുക്ക് നാളെ സംസാരിക്കാം, ഓക്കെ? അത് മതി. ഞാനതങ്ങോട്ട് പറയാൻ വരെയായിരുന്നു. നല്ല ക്ഷീണം. രാവിലെ മുതൽ എങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. മൊത്തം ഓട്ടവും പ്രദക്ഷിണവും ഒക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കിടക്കാം. നമുക്ക് നാളെ സംസാരിക്കാം. അതായിരിക്കും നല്ലത്. അയ്യോ, എനിക്കിപ്പോഴാ സന്തോഷവും സമാധാനമായത്. അങ്ങനെ എൻ്റെ നന്ദുമോൻ്റെ കല്യാണം കഴിഞ്ഞു. 3-4 കൊല്ലമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണ കാര്യം ഇപ്പം നടന്നത്. എല്ലാം എൻ്റെ ഇച്ചുമോളുള്ളതുകൊണ്ടാണ് നടന്നത്. എൻ്റെ മാധവേട്ടാ, എനിക്കിപ്പോഴാ സമാധാനമായത്. അച്ഛക്ക് കല്യാണത്തിനൊന്ന് വിളിച്ചോടുമെന്ന് പറഞ്ഞ് പേടിച്ചു പോയി. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഈ കല്യാണവും നടന്നു. സമാധാനമായി എനിക്ക്. ഇനി എനിക്ക് സന്തോഷമായിട്ട് എവിടെയെങ്കിലും പോയിക്കണം, കുറച്ച് നേരം ഉറങ്ങണം. നാളെ മുതൽ അവന് കയ്യിലെടുത്ത് കൊടുക്കാൻ ഞാൻ പോകണ്ടല്ലോ. ആ, നാളെ മുതൽ നമ്മുടെ ഉത്തരവാദിത്വം പകുതി കുറഞ്ഞിട്ടു. ഇനിയുമ്പോൾ അവനെ മോളെ ചോദിച്ചാൽ മതിയല്ലോ. നാളെ അവൻ ഇന്ന് റെഡായാലും ചോദിച്ച് നമ്മുടെ മുറിക്ക് ഫ്രണ്ടിൽ വരുമോ എന്തോ. അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഇതിനോടൊരു കാര്യം പറയുന്നുണ്ട്. ഇച്ചുമോൾ എന്നെ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു 2-3 ദിവസം മുമ്പ്. എന്നിട്ട് അവൾ എന്നോട് പറയാം അവൾക്ക് ഡിപ്പാർട്ട്മെന്റ് മാറണം, അപ്പനും നന്ദുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന്. ഞാൻ കുറെ നിർബന്ധിച്ചു എന്താ കാര്യം എന്നറിയാൻ. പക്ഷെ അവളൊന്നും പറയുന്നില്ല. പ്രശ്നം എന്തായാലും ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവൾക്ക് ആ ഡിപ്പാർട്ട്മെന്റ് വേണ്ട, ചേഞ്ച് വേണമെന്ന് പറഞ്ഞു. എന്താണ് എന്തോ കുട്ടിക്ക് പറ്റിയത്? ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയേ? ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നു. ഇവിടെയൊന്നും അല്ലാത്ത പോലെ ആളുടെ നിപ്പും നടപ്പും ചില നേരത്തൊക്കെ ഒറ്റയ്ക്കിരിക്കുന്ന കാണാം. ഇപ്പം എന്താണോ പുതിയ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവില്ല മാതേട്ടാ. അവൾക്ക് ഈയിടെയായിട്ട് എന്തോ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പഴയ പോലെ ആളത്ര ചിരിക്കണില്ല, സംസാരിക്കണില്ല, പഴയ കുറുമ്പില്ല, ഒന്നുമില്ല. ഫുൾ അങ്ങോട്ട് ഒതുങ്ങിയ പോലെ. എന്താണ് എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ആന്നേ, ഇത് തന്നെ ഞാനും 2-3 ദിവസമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. ഇതുപോലെ തന്നെ അവളെപ്പോഴും ഒറ്റയ്ക്കിരിക്കുക, സങ്കടപ്പെടുക,
എനിക്കറിഞ്ഞൂടാ, എനിക്കറിയില്ല കുട്ടിക്ക് എന്താ പറ്റിയെന്ന്. വരട്ടെ, നമുക്ക് ചോദിക്കാം. ചിലപ്പോൾ കല്യാണത്തിന്റെ ഒരു ടെൻഷൻ കാരണം മോളിലെ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നതും ചെയ്തതൊക്കെ എന്നെ നിന്നെ കൊണ്ട് പോലും അവൾ ഒന്നും ചെയ്യിപ്പിച്ചില്ലല്ലോ. ചിലപ്പോൾ അതിന്റെ ടെൻഷൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കുഞ്ഞിന്. 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. ആ, എന്നാ അതിൻ്റെ ആയിരിക്കും. അവനെ ഒന്ന് സമ്മതിപ്പിച്ച് കിട്ടാൻ ഞാൻ മോളുടെ അടുത്ത് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. ചിലപ്പോൾ കുഞ്ഞിന് അതിൻ്റെയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. കല്യാണം നടക്കൂല്ലോ എന്ന് കുഞ്ഞ് പേടിച്ചാണ്. അതിൻ്റെ ടെൻഷനൊക്കെ ആയിരിക്കും. മാറിയിട്ട് കുഞ്ഞിങ്ങി വരും. നമുക്ക് എന്തായാലും 2-3 ദിവസം കൂടെ നോക്കാം. നേരത്തെ എഴുന്നേറ്റോ? കുറച്ച് നേരം കൂടെ ഉറങ്ങായിരുന്നില്ലേ? ക്ഷീണം ഉണ്ടായിരിക്കുമല്ലോ. ഞാനും എഴുന്നേറ്റിട്ട് ഒത്തിരി നേരമൊന്നും ആയില്ല. ഇപ്പം അങ്ങോട്ട് എഴുന്നേറ്റിട്ട് 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ. ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും കിടന്നാലും ഇനി ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എണീറ്റത്. നന്ദേട്ടൻ പോയി ഫ്രഷായിട്ട് വന്നാൽ നമുക്ക് താഴേക്ക് പോകാമായിരുന്നു. ശരി, ഞാനെന്നാ ഫ്രഷ് ആയിട്ട് വരാം. നമുക്ക് ഒന്നിച്ച് താഴേക്ക് പോവാം. ഓക്കെ, ഒരു 5 മിനിറ്റ്സ്. മക്കൾ രണ്ടുപേരും എഴുന്നേറ്റോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കമൊക്കെ ശരിയായിട്ടുണ്ടോ അവർക്കും? ഉറക്കമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ വീട് മാറിക്കിടന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങി. രാവിലെ മുതൽ നല്ല ഓട്ടവും ഇരിക്കാൻ കുറച്ച് സമയം പോയിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ ക്ഷീണമുള്ളത് കൊണ്ട് ഉറങ്ങിപ്പോയി. ഞങ്ങൾക്ക് രണ്ടാളോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് ഒന്ന് നാട്ടിലേക്ക് പോകാം. നാട്ടിൽ നിന്ന് എല്ലാവർക്കും ഇവിടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ രണ്ടാളെയും കൂട്ടി നാട്ടിലേക്ക് പോയിട്ട് കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒന്നുകൂടെ കല്യാണം നടത്താനും വീട്ടിൽ അമ്മയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ രണ്ടാളെയും കൂട്ടി നാട്ടിലേക്ക് ചെല്ലാൻ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നാട്ടിലേക്ക് പോകണം. അതിനെന്താ, നമുക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാം. അപ്പോഴത്തേക്കിനെ ഞാനും അച്ഛനും ഇവിടെ ബാക്കി ജോലിയൊക്കെ ഒന്ന് ഒതുക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് മൊത്തത്തിൽ ഇഷാരയുടെ തലയിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. അത് മതി. നിങ്ങളുടെ രണ്ടാളുടെയും ജോലിയൊക്കെ ഒതുങ്ങി കമ്പനിക്കാരെയൊക്കെ തീരുമാനിച്ചിട്ട് മതി. ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് പോയാൽ മതി. കുഴപ്പമൊന്നുമില്ല, 2 ആഴ്ച കഴിഞ്ഞ് പോയാൽ മതി. എന്നാൽ നിങ്ങളെ രണ്ടാളും ഇരുന്ന് ചായ കുടിക്കുക. ഞാനാണെങ്കിൽ വീട്ടിലേക്കൊന്ന് വിളിച്ചിട്ട് വരാം. കേട്ടോ? രണ്ടാരും ഇരുന്ന് ചായ കുടിക്കുക. എടോ, നമ്മുടെ കല്യാണം അങ്ങനെ നടന്നിട്ട് എനിക്കറിയാലോ. സോ ഒരു ആഫ്റ്റർ മാരേജ് ലൈഫ് നടത്താനുള്ള പ്രിപ്പറേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ട് കൂടിയില്ല. അപ്പോൾ നമുക്ക് എന്താ പിന്നെ ചെയ്യുക? നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്നാലോ? ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി പതിയെ തുടങ്ങാം. എന്താ, അതുപോലെ? അത് മതി. ഞാനതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. നമുക്ക് എന്തായാലും ആദ്യം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാം. എന്നിട്ട് ബാക്കിയൊക്കെ സ്റ്റെപ്പായിട്ട് തുടങ്ങാം. അതുമാത്രമല്ല, എനിക്കിവിടെ പഠിക്കാനും ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് കോളേജിലൊക്കെ പോകാമല്ലോ. അതിനെന്താ, തനിക്ക് പഠിക്കാമല്ലോ. തനിക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം, എത്ര വേണമെങ്കിലും പഠിക്കാം. എന്നാൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ 2-3 ദിവസമായിട്ട് ചെയ്തിരിക്കുന്നു. തനിക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷനൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 1-2 ദിവസം കഴിഞ്ഞിട്ട് കോളേജിലേക്കൊക്കെ പോകാം. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല. ലെറ്റ്സ് ഫ്രണ്ട്സ്. ഓക്കെ, ലെറ്റ്സ് ഫ്രണ്ട്സ്. അങ്ങനെയാണ് സംഭവബഹുലമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞതും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇതായിപ്പോൾ വന്നത്. മതി കഥയൊക്കെ പറഞ്ഞത് മതി. എല്ലാവരും എണീറ്റ് പോയി കിടന്ന് ഉറങ്ങിക്കും. സമയം എത്രയെന്ന് അറിയോ? പിള്ളേരെ രണ്ടുപേരും പോയി കിടക്ക്. നാളെ രാവിലെ നിങ്ങൾക്ക് പോകാനുള്ളതാ. ചെല്ല് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കും. അയ്യോ, നിങ്ങൾ നാളെ പോകുമോ? ഞങ്ങൾക്ക് 2 പേരും 2 ദിവസം കൂടെ കാണുന്നു.
നമുക്ക് ജസ്റ്റ് പുറത്തൊക്കെ പോകാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ വിചാരിച്ച ചേട്ടത്തി 2 ദിവസം കൂടെ നിന്നിട്ട് നിങ്ങളുടെ ഒപ്പം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന്. പക്ഷെ കുറച്ച് മുമ്പ് എൻ്റെ ഫ്രണ്ട് വിളിച്ചു, അർജൻറ്റായിട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്കതിൽ പോകാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് നാളെ രാവിലെ തന്നെ തിരിച്ചു പോകണം. അത് മാത്രമല്ല ഏട്ടാ, 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഇൻറ്റേൺഷിപ്പ് തുടങ്ങും. എനിക്കത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകേണ്ട സമയമാണിപ്പോൾ. പിന്നെ ഇടയ്ക്ക് പോലും ലീവ് എടുക്കാൻ പറ്റില്ലെന്ന്. എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നൊക്കെ 2 ദിവസം മുമ്പ് ജോയിൻ ചെയ്തു. അവർ 2 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞു ജോലിയൊക്കെ കുറച്ച് ടഫാണ്. അപ്പം ഞാൻ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതുവരെ 2 ദിവസത്തേക്ക് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അതാ പിന്നെ പോകാൻ തന്നെ വിചാരിച്ചത്. അല്ലെങ്കിൽ 2-3 ദിവസം കൂടി ഇവിടെ നിൽക്കാറ്. ഓ അങ്ങനാണോ? എന്നാൽ സാരല്ല, 2 പോയിട്ട് നമുക്ക് അടുത്ത വെക്കേഷന് കാര്യങ്ങളൊക്കെ ശരിയാക്കാം. അതെ അതെ, നമ്മൾ അടുത്ത വെക്കേഷന് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചൊരു ട്രിപ്പൊക്കെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങിക്കും. നാളെ രാവിലെ നിങ്ങൾക്ക് പോയിട്ടാണ്. അപ്പോൾ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവരോടും ഗുഡ് നൈറ്റ്. അപ്പോൾ ബൈ ബൈ. ചേച്ചി എന്നാൽ പിന്നെ ഞങ്ങളെന്നാൽ പോകട്ടോ. ശരി, പോയിട്ട് വാ. ലച്ചു, നീ എന്നാ കയറി നമ്മുടെ സീറ്റിൽ ഇരട്ട് ലഗേജൊക്കെ എടുത്തത്. ഞാനിപ്പോൾ വരാട്ടോ. ഞാനെന്നാ പോട്ടെ. ചെന്നിട്ട് വിളിക്കാം. പോട്ടെ എന്നല്ല, പോയിട്ട് വരട്ടെ എന്ന് പറ. എന്നാ പോയിട്ട് വരട്ടെ. ഞാൻ പോയിട്ട് വന്നിട്ട് വേണം വീട്ടിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ കെട്ടത് നടത്താൻ. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് വരുന്നത് നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ പെണ്ണ് നമ്മുടെ കല്യാണത്തിന് വേണ്ടി റെഡിയായിരുന്നു. ഓ ആയിക്കോട്ടെ, കെട്ടല്ലേ? നീ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇനി പ്രത്യേകിച്ച് തീരുമാനിക്കാനൊന്നുമില്ല. ഞാൻ പോയിട്ട് തിരിച്ച് വരുവാണെങ്കിൽ അത് നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അത് നടന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വരികയില്ല. ഇത് ഞാനാ പറയുന്നത്. ദേ, ആവശ്യമുള്ളതൊന്നും പറയരുത് മനുഷ്യ. നിങ്ങൾ പോയിട്ട് വാ, എന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ കാര്യങ്ങളൊക്കെ സംസാരിപ്പിച്ച് നമ്മുടെ കല്യാണം നടത്താൻ. ഒളിച്ചും തിരിഞ്ഞും കളിച്ചൊക്കെ ഞാൻ മടുത്തു. എനിക്ക് ഒളിച്ചുകളി മടുത്തടി. ആകെ ഏട്ടത്തിമാർക്ക് 2 പേർക്ക് അറിയാം, വേറെ ആർക്കും അറിയില്ല. ലച്ചുവെങ്ങാണ് അറിഞ്ഞു എന്നെ അവള് പുതപ്പിക്കും. അവളോട് പറയാതെ ഇത്രയും നാൾ കൊണ്ട് നടന്നതെന്ന്. അതാ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത്. നീ എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ ചെന്നിട്ട് കുറച്ച് മയത്തിൽ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. ഇല്ലെങ്കിൽ ആ പെണ്ണ് നിന്നെയും കൊല്ലും എന്നെയും കൊല്ലും. അവിടെ ചെന്നിട്ട് വേണം ഏതെങ്കിലും കഫേയിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ കൊണ്ടുപോയിട്ട് ആ പിശാചിനെ ഒന്ന് സോപ്പിട്ട് എല്ലാം ഒന്ന് സമ്മതിപ്പിക്കും. ആദ്യം ചിലപ്പോൾ എന്നെ കൊല്ലുമായിരിക്കും, എന്നാലും സാരമില്ല, കാല് വീണിട്ടായാലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. സോറി, പോയിട്ട് വരട്ടെ. ട്രെയിൻ എടുക്കാൻ നേരമായി. നീ എന്നാ വീട്ടിലേക്ക് ചെല്ലേ, പൊക്കോ. കണ്ണാ, പോയിട്ട് വരട്ടെടാ പറഞ്ഞേ. പോയിട്ട് വരാം. ഇനി വീട്ടിലേക്ക് ചെല്ലും, പൊക്കോ. ഇനി ഇവിടെ നിൽക്കേണ്ട, ചെല്ലാം. കണ്ണാ ബാ, പോകാൻ സമയം. ചേച്ചി വീട്ടിലേക്ക് പൊക്കോ. ഇനി അധികം നേരം ഇവിടെ നിൽക്കേണ്ട, ചെല്ല്, പൊക്കോ. ആ ഞാൻ പൊക്കോളാം. നിങ്ങളുടെ ട്രെയിൻ പോയിട്ട് ഞാൻ പൊക്കോളാം. നിങ്ങൾ 2 പേരും എന്നെ കയറിക്കോ. ട്രെയിൻ എടുക്കാൻ സമയം.